ബഹുമാനപ്പെട്ട വിചാരിച്ചൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വർഷങ്ങളായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു നല്ലൊരു വൈദിക മന്ദിരം ഇവിടെ ഉണ്ടാകണമെന്ന്. കാലാകാലങ്ങളിലെ വിചാരിച്ചന്മാർ പല തരത്തിലുള്ള ആശയങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് ചിന്തിച്ചു. ഇപ്പോഴീ നാളുകളിലാണ് നമുക്കതേക്കുറിച്ച് നല്ല തീരുമാനമെടുക്കാനുള്ള അവസരം ഉണ്ടായത്. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണത് എന്ന് രൂപത കച്ചേരിക്ക് ബോധ്യമായി. നല്ല അവസരത്തിലാണ് ഇതിൻ്റെ പണികൾ നമ്മൾ ആരംഭിക്കുന്നത്. വൈദിക മന്ദിരത്തിൻ്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട വിചാരിച്ചൻ പടി നമ്മോട് പറഞ്ഞു. അതൊരു സ്വകാര്യ വീടല്ല, പൊതുവായിട്ടുള്ള വീടാണ്. ഇടവകയുടെ അസറ്റാണ്. ഇടവകയിലെ എല്ലാവർക്കും ഉചിതമായ സമയത്ത് ബഹുമാനപ്പെട്ട വികാരിയെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒക്കെയുള്ള ഒരു പൊതു വേദിയാണത്. അതുകൊണ്ടാണ് വൈദിക മന്ദിരങ്ങൾ നമ്മൾ വളരെ കരുതലോടുകൂടി എപ്പോഴും കാണുകയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമ്മുടെ രൂപതയിൽ ഈ നാടുകളിൽ അത് പുതുക്കിപ്പണിയുകയും ചെയ്തു. പുത്തനാക്കപ്പെട്ട പള്ളികളുടെയും വൈദിക മന്ദിരങ്ങളുടെയും പാരീഷ് ഹാളിൻ്റെയും ചരിത്രമാണ് നമുക്കുള്ളത്. ഇവിടെയും നമ്മൾ ആഘോഷമായ രീതിയിൽ പാരീഷ് ഹാളിൻ്റെ പണി പൂർത്തിയാക്കി വെഞ്ചരിപ്പ് നടത്തി. അന്നും വലിയൊരു പറ്റം ആളുകളുണ്ടായിരുന്നു. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഞാൻ ഭയപ്പെട്ടു പോയി, ഇവരെല്ലാം തുരുത്തിപ്പള്ളിക്കാർ തന്നെയാണോ എന്ന്. ഇത്രമാത്രം നിങ്ങൾ എല്ലാവരും ഇവിടെ ഒറ്റച്ചരടിൽ ഈ പള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെ വലിയൊരു കാര്യമാണ്, കൂട്ടായ്മയുടെ അടയാളമാണ്. ഈ പള്ളിയുടെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ആധ്യാത്മിക ശുശ്രൂഷയുടെ ഒരു അംഗീകാരം കൂടിയാണ്. നിങ്ങൾ ഈ പള്ളിയോടും ഇവിടെയുള്ള അച്ഛന്മാരോടും ഇപ്പോഴത്തെ വികാരിച്ചനോടുമെല്ലാം നിങ്ങൾ കാണിക്കുന്ന ഒരു കരുതലിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മൾ ദേവാലയം കേന്ദ്രമാക്കി ദേവാലയത്തിന് ചുറ്റും ദേവാലയത്തിനകത്തും പുറത്തുമൊക്കെ നമ്മളുടെ ജീവിതം ചെലവഴിക്കുന്ന ഒരു കീഴ്വഴക്കമാണ് നസ്രാണികളായ സിറോ മലബാറുകാരായ നമുക്ക് എല്ലാം ഉള്ളത്. ഇവിടെ പലതരത്തിൽ പല കാലഘട്ടങ്ങളിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. നമ്മുടെ പഴയ പള്ളിമുറി ഞാൻ മനസ്സിലാക്കുന്നത് 72 പഴയമ്പള്ളി അച്ഛൻ്റെ കാലത്ത് പൂർത്തിയാക്കിയതാണ്. അദ്ദേഹം തന്നെ പിന്നീട് ടീക്കോസ് എന്ന വലിയൊരു പഴവർഗ സംഭരണ ഫാക്ടറിയുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നടപ്പിലാക്കുകയും അതിലേക്കുള്ള ജോലിക്കാരെയും മറ്റ് പ്രവർത്തകരെയും എല്ലാം അദ്ദേഹം കൂട്ടി യോജിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട മടത്തിക്കുന്ന് ജോസഫിൻ്റെ കാലത്താണ് നമ്മുടെ പാരീഷ് ഹോള് പൂർത്തിയാക്കി വെഞ്ചരിച്ചത്. പിന്നീട് നമ്മുടെ സ്കൂള് വളരെയേറെ കരുതലോടുകൂടി കാണാനും നവീകരിക്കാനും ഒക്കെ സാധിച്ചു. അപ്പോഴെല്ലാം നിങ്ങളുടെ സജീവമായിട്ടുള്ള സാന്നിധ്യവും സഹകരണവും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ എനിക്ക് സാധിച്ചതാണ്. വിശുദ്ധിക്ക് വന്നപ്പോഴും നിങ്ങളുടെ വലിയ സാന്നിധ്യവും ഭക്ഷണം കഴിക്കാനുള്ള നിർബന്ധപൂർവമായ നിങ്ങളുടെ ഒരു പിടിവാശിയുമൊക്കെ ഞാൻ എപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അതെല്ലാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഭാഗമാണ്. യോഹന്നാൻ മംദാനായുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഇടമാണിത്. വിയാരീച്ചന് യോഹന്നാൻ മംദാനായോട് കൂടുതൽ അടുപ്പം ഉള്ളപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന പള്ളിയും യോഹന്നാൻ മംദാനായുടേതായിരുന്നു അച്ഛനെ ഏൽപ്പിച്ചിരുന്നത്. അവിടെയും അച്ഛൻ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. മംദാന നമുക്ക് നീതിയുടെ, ധാർമ്മികതയുടെ, കരുത്തിൻ്റെ, വിനയത്തിൻ്റെ എല്ലാം അടയാളമാണ്. സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. വഴി ഒരുക്കുകയും വഴി വെട്ടുകയും എല്ലാം ചെയ്യുന്ന ആധ്യാത്മിക നേതാവാണ്, പ്രവാചകനാണ് യോഹന്നാൻ എന്ന് നമുക്ക് അറിവുള്ളതാണ്. യോഹന്നാൻ മംദാനായുടെ മാധ്യസ്ഥ്യം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകണം. മനോഹരമായ ദേവാലയം വേഴാങ്ങാനത്ത് പണികഴിപ്പിച്ചതും നമ്മുടെ വിയാരിച്ചനാണ്, അഗസ്റ്റിനച്ഛനാണ്. നല്ലൊരു നിർമ്മാണ പ്രവർത്തകനാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ഞാനും കൂട്ടത്തിലുണ്ട്. ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനം MDH ഡിഗ്രി എടുത്തിട്ടുള്ളയാളാണ്.
വേഴങ്കാനം പള്ളി നമ്മളുടെ രൂപതയിലെ അതിമനോഹരമായ ഒരു പള്ളിയാണ്. അതിൻ്റെ എല്ലാ ഭാഗവും അച്ഛൻ നേരിട്ട് കൂട്ടത്തിൽ നിന്ന് പണികഴിപ്പിച്ച ഒരു ഇടമാണ്, പ്രാർത്ഥനയുടെ കേന്ദ്രമാണ്. അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം അച്ഛൻ അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ മുൻഗണന നൽകിയിട്ടുണ്ട്. നല്ല കൂട്ടായ്മ ഇടവകളിലുണ്ടാകും. ഞാൻ നീലൂര് വിസിറ്റയ്ക്ക് പോയപ്പോഴും ഇത് കണ്ട് മനസ്സിലാക്കിയതാണ്. പ്രതിനിധി യോഗത്തിലിരിക്കുമ്പോൾ എല്ലാ യോഗാംഗങ്ങളും സംസാരിച്ച ഏക ഇടവക അതായിട്ടാണ് എൻ്റെ ഓർമ്മ. കാരണം അച്ഛൻ അവരെ അങ്ങനെ ഒരുക്കിയിരുന്നു. പള്ളി കമ്മിറ്റിക്കാരെല്ലാവരും കമ്മിറ്റിയായിട്ടിരിക്കുമ്പോൾ എല്ലാവരും സംസാരിക്കണം. അതിനവരെ ഒരുക്കി അവർക്ക് തമ്മിലുള്ള ആ ഒരു ഹൃദയ ഐക്യമുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ കൊടുക്കാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പള്ളികളിലെല്ലാം. ഇവിടെ കൂടുതലായിട്ട് നിങ്ങളെ കൂട്ടായ്മയിലേക്കും പ്രാർത്ഥനയിലേക്കും ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം അച്ഛൻ കൊണ്ടുവരികയാണ്. നിങ്ങളെല്ലാവരും സഹകരിക്കണം. നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന നമ്മളുടെ രൂപതയ്ക്ക് ഇടവകയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു കാര്യമാണിത്. നമുക്ക് മറ്റ് സൗകര്യങ്ങളൊക്കെ നല്ല പള്ളിയും പാരീഷ് ഹോളും പള്ളിമുറ്റവും എല്ലാം ഉണ്ട്. ഈ പള്ളിമുറി അല്ലെങ്കിൽ പ്രസ്ബിറ്ററി നമ്മളുടെ സ്വന്തമായിട്ട് കരുതി നിങ്ങളുടെ പ്രാർത്ഥനയും പങ്കുവെക്കലും എല്ലാം വഴി അത് വേഗത്തിൽ പണി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും നമ്മുടെ ഫോട്ടോസും ജുല്ലൂസിൻ്റെ സാന്നിധ്യമുണ്ട്. ധാരാളം വൈദികരുണ്ട്, മുൻവികാരിമാരുണ്ട്, ഇടവക്കാരായ അച്ഛന്മാരുണ്ട്, രൂപതയ്ക്ക് വേണ്ടിയുള്ള ഇടവകയിലെ അച്ഛന്മാരുണ്ട്, നമ്മുടെ തുരുത്തിപ്പള്ളി അച്ഛനും അതുപോലെ ആലപ്പാട്ട് കോട്ടയിലെ അച്ഛനുമൊക്കെ